ധന്യമേ ദിനം പതിവായി കേൾക്കുന്നവർക്ക് ഞാൻ ആശംസകൾ അറിയിക്കുകയാണ്. ഇതിന്റെ ശ്രോതാക്കളെ ഞാൻ എന്റെ അടുത്ത ബന്ധുക്കളായിട്ടാണ് കാണുന്നത്. അങ്ങനെ ലക്ഷക്കണക്കിന് ശ്രോതാക്കളൊന്നും ഇതിന് ഇല്ല. ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്ന അപ്പ തോന്നിയ ഒരു കാര്യം, അന്ന് മനസ്സിനെ മതിച്ച ഒരു കാര്യമാണ് പറയുന്നത്. അതിന് ശാസ്ത്രത്തിനെയും പുരാണത്തിനെയൊക്കെ കൂട്ടുപിടിക്കാറുണ്ട്. ആധികാരിക ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ അതന്നെയാണോ ആ പേര്, അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്ന വെച്ചാൽ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കാനുള്ള ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായി. പലരും പറഞ്ഞതനുസരിച്ച് വർഷങ്ങളെടുത്തിട്ട് ആയുർവേദം മുതൽക്ക്, ആയുർവേദമാണെങ്കിലും അലോപ്പതി ആണെങ്കിലും രമണ മഹർഷി ആണെങ്കിലും ജയകൃഷ്ണമൂർത്തി ആണെങ്കിലും മഹാഭാരതമാണെങ്കിലും ഇതൊക്കെ ഒരു തരത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ചില കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ചില വേദന ഉണ്ടാക്കും. ആ പേര് കേൾക്കുമ്പോ തന്നെ ഉള്ളിൽ ചെറിയൊരു വിഷമം ഉറഞ്ഞുകൂടും. അങ്ങനത്തെ ഒരു നാമമാണ് അപാല എന്നത്. എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ മനസ്സിൽ വരികയൊന്നും ഉണ്ടാക്കില്ല. ഊർമിള ലക്ഷ്മണന്റെ കൂടെ വനത്തിലേക്ക് പോയൊന്നുമില്ല, ഇവിടെ ഒറ്റക്കാക്കി പോയി എന്നൊക്കെ കേട്ടാൽ എനിക്ക് വിഷമൊന്നുമില്ല. അതിന് വേറെ വ്യാഖ്യാനമുണ്ട്, വേറെ അർത്ഥതലങ്ങളുണ്ട്. അപാല അതിസുന്ദരിയായിട്ടുള്ള യുവതി ആയി. അത്രി മുനിയുടെ മകളാണ്. അത്രി മുനി എന്ന് പറഞ്ഞാൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഈ അവസ്ഥയുടെ അപ്പുറം കടന്ന വ്യക്തിയാണ്. അവര് കുടുംബജീവൻ നയിക്കാം, ഭാര്യയും മക്കളൊക്കെ ഉണ്ടാകാം. സന്യാസത്തെ കുറിച്ച് എന്റെ ധാരണ തന്നെ ഭാര്യയും മക്കളും ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. ഭാര്യയും മക്കളും ഉണ്ടായതുകൊണ്ടൊന്നും ഒരു അബദ്ധവും ഇല്ല. ഞാനൊരു ഗൃഹസ്ഥനാണ്, സന്യാസി അല്ല എന്നൊന്നും എനിക്ക് സ്വകാര്യമായിട്ട് തോന്നാറില്ല. ഗൃഹസ്ഥനായ എന്താ പ്രശ്നം? ഈ കുട്ടി അത്രിമുനിയുടെ പത്നിയാണ് അനസൂയ. അനസൂയയാണ് ലക്ഷ്മി, സരസ്വതി ഇവരെക്കാളൊക്കെ സുന്ദരിയാണ്. പാർവതി 3 പേരെക്കാളും. അസൂയയില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ സൗന്ദര്യം താനെ വരും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള തത്വം. നമ്മൾ സൗന്ദര്യമായി കാണുന്ന ആൾക്ക് നമ്മോട് അസൂയൊന്നുമില്ലെങ്കിൽ അതന്നെയാ സൗന്ദര്യം. ആ അത്രിയുടെ മാനസിക തലത്തിനെ പൂജിച്ച് മെഡിറ്റേറ്റ് നിൽക്കുന്ന വൃക്ഷമാണ് അത്തിമരം. അത്തിമരം മുറിക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. നമ്മളിപ്പോ എല്ലാം മുറിക്കുന്നതുകൊണ്ടും ഇത് അർത്ഥം അറിഞ്ഞുകൊണ്ടും അല്ല. പക്ഷെ അർത്ഥം അറിയുമ്പോൾ അവൻ ആരെയാ മെഡിറ്റേറ്റ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഈ പെൺകുട്ടി അപാല യൗവനയുക്തിയായി പറ്റിയ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിപ്പിച്ചിട്ട് 1 വർഷത്തിനിടയ്ക്ക് ഇവൾക്ക് മാരകമായ അസുഖം വന്നു. അസുഖം വന്നപ്പോ ചികിത്സിക്കാൻ പറ്റുന്നില്ല. അന്നല്ല, ഇത് വല്ലാത്തൊരു ത്വക്ക് രോഗമാണ്. ത്വക്ക് രോഗം ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. ജന്മജന്മാന്തരമായിട്ട് അത് വരുന്നതാണ്. അതിന്റെ കണക്കുകൾ അങ്ങനെയാണ്. ഭയങ്കര പശ്ചാത്താപവും പ്രായച്ചിത്വം അല്ലാതെ വേറെ വൃത്തിയില്ല. പക്ഷെ ഭർത്താവ് ഇങ്ങനൊരു ഭാര്യ എനിക്ക് വേണ്ട,
ഈ ഇവളെ ഒഴിവാക്കി അപാലയെ ഉപേക്ഷിച്ചു. ഭർത്താവ് ഒഴിവാക്കി എവിടേക്കാ വരിക? അച്ഛന്റെ അമ്മയുടെ അടുത്ത്. അല്ലാതെ ഈ അച്ഛന്റെ അമ്മയുടെയും വില അപ്പോഴാണല്ലോ അറിയാം. അവർ ജീവിച്ചിരിക്കുമ്പോ വിലയൊന്നും അറിയില്ല. മരിച്ചതിന് ശേഷം പറയും എനിക്ക് അച്ഛനില്ല അമ്മയില്ല എന്നൊക്കെ പറയും. മുനി ഇത് മനസ്സിലാക്കി. മുനി പറഞ്ഞു, ഇത് എന്റെ ഏതോ കർമ്മഫലത്താൽ വന്ന അസുഖമാണ്. അതിന് ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യസഹജമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ചികിത്സ, ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേറെ കുറെ അർത്ഥതലങ്ങളുണ്ട്. നിന്റെ മനസ്സിന്റെ സംവിധാനം മാറ്റണം. ദേവേന്ദ്രനെ പൂജിച്ചുകൊണ്ടേയിരിക്കുക. വേറെ മാർഗമില്ല. ഈ ദേവേന്ദ്രൻ എന്നുള്ള പേര് വേണമെങ്കിൽ നിങ്ങളൊന്ന് മാറ്റി പറഞ്ഞോളൂ. ഈ പറഞ്ഞ ഞാൻ തന്നെ ദേവേന്ദ്രന്റെ ഉപാസന അല്ലെങ്കിലും അതനുകരിച്ച് എന്റെ ഉപാസനാമൂർത്തി മറ്റൊന്നാണ്. ആ ഉപാസനാമൂർത്തിയെ മുറുകെ പിടിക്കാനായിട്ട് പറഞ്ഞു. മെഡിറ്റേറ്റ് ചെയ്യും, നാമം ചൊല്ലും. ഇന്ന് നാമം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതിന് പ്രാധാന്യമില്ല. നാമിയേക്കാൾ ശക്തി നാമത്തിനാണ്. നാമിയേക്കാൾ ശക്തി നാമത്തിനാണ്. ഇവിടെ നിന്ന് സംസാരിക്കുന്നത് PR നാഥനാണ്. ഈ രൂപത്തിനാണോ ആ നാമത്തിനാണോ ശക്തി? നമ്മുടെ വിചാരം ഈ രൂപത്തിനാണ്. ചിലയിടത്ത് ചെല്ലുമ്പം മുഖ്യാതിഥിയായിരിക്കും കേട്ടോ. മര ഇങ്ങോട്ട് ആർക്കും പ്രയോജനമില്ല. മര എന്ന് പറയും. ഇന്ന ആളാണ്. അപ്പൊ എന്താണ്? നാമിയോട് പോവാൻ പറഞ്ഞു. നാമത്തിനോട് അവിടുത്തെ ചീഫ് ഗസ്റ്റ് ആയിരിക്കും. അയ്യോ എല്ലാരും മാറ്റി കെട്ടി. ഇതുപോലെ ഈശ്വര നാമത്തിന് ഭയങ്കര ശക്തിയാണ്. നാവിയുടെ ഒരു നിഴല് മാത്രമാണ് ബാക്കിയൊക്കെ. അപാല മെഡിറ്റേറ്റ് ചെയ്തു, വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. മുഴുവൻ അസുഖവും മാറി. പണ്ടത്തെ സൗന്ദര്യം വീണ്ടും കിട്ടി. എനിക്ക് ഈ അപാല ഇഷ്ടം ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളില്ല. ഇതുവരത്തെ കാര്യം പോട്ടെ. മഹർഷി പറഞ്ഞു, യൗവനയുക്തിയായ പുത്രിയാണ്. ഭർത്താവിന്റെ കൂടെ ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അതാണ് ശരി. ചിലപ്പോ ഭർത്താവ് വന്ന് കൂട്ടിക്കൊണ്ടുപോകും. പൂക്കട് മാറി ഇവരറിഞ്ഞു. അപാല പറഞ്ഞു, ഇനി ഞാൻ പോകുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഭർത്താവിന് വേണ്ട. അയ്യോ എനിക്ക് പശ്ചാത്താപമുണ്ട്, ആ ജാതി ഭർത്താവിനും കേൾക്കണ്ട. ഭർത്താവ് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാലും ഞാൻ പോകില്ല. ഉറച്ച തീരുമാനമാണോ എന്ന് ചോദിച്ചു. ഉറച്ച തീരുമാനമാണോ എന്ന് പറഞ്ഞു. അത്രിമുനി അതിനോട് യോജിച്ചു. സ്നേഹമില്ലാത്തവരുണ്ട്, സ്നേഹമില്ലാത്ത പുരുഷന്മാരുണ്ട്. അവര് ഭാര്യമാരെ ദ്രോഹിക്കും. ദ്രോഹിക്കാനും തല്ലാനും ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തത്? എന്റെ അറിവിൽപ്പെട്ട ഒരു കേസ്, സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നവരാണ്. ഭർത്താവിന്റെ മർദ്ദനം സഹിക്കാൻ കഴിയാതെ വന്നു. മർദ്ദിക്കുന്നത് അയാളുടെ സ്വാർത്ഥപരമായ ഒരു കാര്യത്തിനാണെന്ന് ആലോചിക്കണം. മർദ്ദിക്കുന്നതിനാ? വെള്ളം മുതൽ കിട്ടാൻ അതിനാ മർദ്ദിക്കുന്നത്, അല്ലാതെ വേറൊന്നിനല്ല. അയാൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ആ ആശയത്തോട് ഞാൻ യോജിപ്പുണ്ട്. ഈ അപാല പറഞ്ഞു, എന്തിനാ ഈ മരണം വരും?
ഒരു സ്നേഹമില്ല എന്നയാൾ തെളിയിച്ചു കഴിഞ്ഞല്ലോ. സ്നേഹമില്ലാത്ത ഒരു ഭർത്താവിന്റെ കൂടെ എന്തിനാ ജീവിക്കുന്നത്? ക്ഷമിച്ചു എന്നൊക്കെ തൽക്കാലം പറഞ്ഞ വരികയല്ലേ. ഇനിയിപ്പോ ക്ഷമിച്ചിട്ട് എന്താ കാര്യം? ഞാൻ അനുഭവിക്കേണ്ടൊക്കെ അനുഭവിച്ചില്ലേ. അന്നും ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രാപ്തിയുള്ള യുവതികൾ ഉണ്ടായിരുന്നു. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഞാൻ പറയുക, ഒറ്റപ്രാപ്തി, പരമാവധി ഒറ്റയ്ക്ക് നിൽക്കാൻ ശീലിക്കണം. ഒടുവിൽ നമ്മളൊക്കെ ഒറ്റയ്ക്ക്. ഇത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ വധവുമാണ്. കേരളത്തിലത്തെ വളരെ പ്രമുഖ ഒരു വ്യക്തി, അദ്ദേഹത്തെ ഞാൻ കാണാൻ ചെന്നു, കരഞ്ഞു, ഭാര്യ മരിച്ചു. അദ്ദേഹത്തിന് 80 കഴിഞ്ഞ് എത്ര വയസ്സായിരുന്നു അന്ന്. അപ്പൊ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വരിയാണ്, ആരും പെണ്ണെ സഹായിക്കാനില്ല, മക്കളെന്ന് പറഞ്ഞൊക്കെ വിദേശത്താണത്, ആരെങ്കിലും സഹായത്തിന് കയ്യൊന്ന് പിടിക്കാൻ ഉണ്ടാവുന്നത് ഭാര്യയാണ്, അവള് നേരത്തെ പോയി, ഇനി എന്ത് ചെയ്യും? രണ്ടിൽ ഒരാൾ നേരത്തെ പോണ്ടേ, ഭാര്യയ്ക്ക് പോണ്ടേ. ഇയാള് പോയി കഴിഞ്ഞാൽ ഭാര്യയുടെ കൈ ആരാ പിടിക്കുക? പക്ഷേ സ്നേഹമില്ലാത്ത വ്യക്തികളെക്കാൾ ഭേദം ഒരു ചിലപ്പോ അപരിചിതരായിരിക്കും. അപാല പറഞ്ഞു, ഞാൻ ഒറ്റപ്രാപ്തി, ആ മെഡിറ്റേഷൻ കൊണ്ട് ഗുണമുണ്ടായി, ഞാൻ ഒറ്റപ്രാപ്തി നേടിക്കഴിഞ്ഞു, എനിക്കിപ്പോ ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് കഴിയും. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ധാരാളം സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപാല ഒരു വേദനയാണെങ്കിൽ എന്താ അവളുടെ യോഗം എങ്ങനെയായി? ഞാൻ അപാലയുടെ ഭാഗത്താണ് എന്ന് പറഞ്ഞു വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.